ഹലോ എവ്രിവൺ. അപ്പോൾ ഇന്ന് ടിപ്പൊന്നുമല്ല. ഇന്ന് ശരിക്കും ന്യൂസ് കണ്ട് ആകെ മനസ്സങ്ങ് ഒരുമാതിരി വിഷമിച്ച് പോലെ. ഇന്ന് നിങ്ങൾ ന്യൂസിൽ കണ്ടു കാണും, നേപ്പാളിലെ പ്രൈം മിനിസ്റ്റർ എടുത്തിട്ടിരിക്കുന്ന പുതിയ സ്റ്റാൻഡൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്നവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളൊക്കെ ശരിയാണ്, നമ്മൾ നമ്മുടെ രാജ്യത്തെ സിറ്റിസനാണ്, ഓക്കെ. എന്നാലും നമ്മൾ കൂടുതലും ഒരു 20-30% ആൾക്കാരും സ്വന്തം കാര്യം നോക്കി, ഓക്കെ, സ്വന്തം ഹെൽത്ത് നോക്കി അതിനാണ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ കൊറോണ ടൈമിൽ നമ്മളെല്ലാവരും ബിവെയറായിട്ടിരിക്കണം. ബട്ട് നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ പുറമെ നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസ് ഒന്നും നമ്മൾ അത്ര അവെയർ അല്ല. ആണെങ്കിൽ കൂടി നമ്മളത് അങ്ങ് വിട്ട് കളയുവാണ്, അല്ലേ, ശ്രദ്ധിക്കാതെ. ബട്ട് ഒരു ബീങ് എൻ ഇന്ത്യൻ സിറ്റിസൺ അത് കേൾക്കുമ്പോൾ വളരെ വിഷമമാണ്. ബിക്കോസ് നമ്മുടെ ചൈനയെക്കാട്ടിയും മറ്റേത് രാജ്യത്തിനെക്കാട്ടിയും പേടിക്കേണ്ട വൈറസാണ് ഇന്ത്യയിലെന്ന്. ചില ഓൺലൈൻ മീഡിയാസിൽ ഞാൻ കണ്ടത് വേൾഡ് വൈഡ് അഫക്റ്റഡ് ആയിട്ട് ഇപ്പോൾ 50 lakhs പ്ലസ് ആൾക്കാരിനെ കാട്ടിയും 50 lakhs ആണ്, 1,00,00,000-ലേറെയാണ് കോവിഡ് ഇതാണെങ്കിൽ വിതിൻ 2 months ഇന്ത്യയിൽ അത് 1 crore ക്രോസ് ചെയ്യുമെന്ന് ഞാൻ കണ്ടു. അപ്പോൾ ആ ഓൺലൈൻ മീഡിയയുടെ പേര് ഞാൻ പറയുന്നില്ല. ബട്ട് ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അല്ലേ. നമ്മുടെ രാജ്യം നിലച്ചു പോകുന്നതിന് തുള്ളി നമുക്ക് തന്നെ അറിയാം, വേൾഡിലെ തന്നെ ഏറ്റവും പോപ്പുലേഷനിൽ സെക്കൻഡ് പൊസിഷനാണ് നമുക്ക്, 135 crores. അപ്പോൾ ചൈനയിൽ നോക്കുകയാണെങ്കിൽ 145. അപ്പം എല്ലാവരും വളരെയധികം കോൺഷ്യസ് ആയിട്ടിരുന്നത് ഈ രണ്ട് രാജ്യത്തെ അവസ്ഥ തന്നെയാണ്. കാരണം രണ്ടിൽ വന്നിട്ട് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇപ്പോൾ അമേരിക്കയിൽ എന്നൊക്കെ പറയുന്നത് 33 CR കാണും. അവർക്ക് അതിനുള്ള ഫിനാൻഷ്യലി സ്റ്റേബിളാണ്, അവർ വളരെ നല്ല എക്കണോമി ഉള്ളൊരു രാജ്യമാണ്, അവർക്ക് എന്ത് വന്നാലും സർവൈവ് ചെയ്യാനുള്ള ഇതുമുണ്ട്. ബട്ട് നമ്മൾ സ്റ്റിൽ ഒരു ഡെവലപ്പിംഗ് നേഷനാണ്, അല്ലേ നമ്മുടെ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യുന്ന പോലും നമുക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസുകൾ കാണുമ്പോൾ ഫേക്ക് ന്യൂസ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് സ്പ്രെഡ് ചെയ്യാതിരിക്കുക, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, വേൾഡ് വൈഡ് 50 lakhs ആണ്, വിതിൻ 2 months ഇന്ത്യയിൽ അത് 1 CR ക്രോസ് ചെയ്യുമെന്നൊരു ന്യൂസ് കാണുമ്പോൾ ശരിക്കും നമ്മൾ NRIs തന്നെ, പ്രവാസികൾ തന്നെ ആകെ വിഷമിച്ച്. ഒരു 50% ആൾക്കാർക്കും ജോബ് ലോസ് ആയിട്ട് അവർ നാട്ടിൽ വന്ന് കഷ്ടപ്പെടുന്നു. പുറത്തുള്ളവർ തന്നെ ഇന്ത്യയിലോട്ട് വരാൻ പോകുന്നു. അപ്പം നമ്മുടെ ഏകദേശം പ്രവാസികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളത് തന്നെ നമ്മുടെ പോപ്പുലേഷനിൽ കൂടുതലുള്ളത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്, ജോലിയില്ല ആർക്കും. അങ്ങനെ നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റാണ്, കഴിവതും ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസ് ഒന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കുക. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ തന്നെ ഇപ്പം നേപ്പാൾ പോലെ ഇനി എല്ലാവരും ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്താൽ എന്ത് ചെയ്യും? നേപ്പാളിൽ പറയുന്ന അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ്. നമ്മൾ ഒറ്റപ്പെടുത്തതിന് തുല്യമല്ലേ. ഇന്ത്യയിൽ നിന്നുള്ള വൈറസാണ്, സൂക്ഷിക്കണം. എന്താണ്, നമ്മൾ ഇവിടെ ഉള്ളൊരു മനുഷ്യന്മാർ തന്നെയല്ലേ, രോഗം എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ വരുന്നത്. അല്ലാതെ ഇന്ത്യക്കാർക്ക് വരുന്നത് മാത്രം സ്പെഷ്യലായിട്ട് അവരെ മാറ്റി നിർത്താൻ മാത്രം എന്താണ് ഈ പറയുന്ന നേപ്പാളിലും അഫക്റ്റഡ് ആവത്തില്ലേ? ശരിക്കും കഷ്ടം തോന്നുന്നു. അവർ പറയുന്ന അവരെടുത്ത പ്രധാനമന്ത്രി എടുത്ത സ്റ്റാൻഡ് തന്നെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഭയങ്കര പേടിക്കാനുള്ള വൈറസാണ്. ഈവൻ ചൈനയെക്കാട്ടിയും പേടിക്കേണ്ടത് ഇന്ത്യയിലാണ്. ബിക്കോസ് എല്ലാവർക്കും ശരിയാണ്. കാരണം ഈ ഒരു 196 ഒരു കൺട്രീസ് എടുത്താലും അതിൽ ഏറ്റവും പോപ്പുലേഷൻ കൂടുതലുള്ള നമ്മുടെ ആഫ്റ്റർ ചൈന കഴിഞ്ഞ് നമ്മൾ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു ഇത്രയും രീതിയിൽ കണ്ടേജിയസ് ആയിട്ട് ഈ ഒരു ഡിസീസ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. സത്യമാണ്. നമ്മൾ മീഡിയാസിലൊക്കെ കേൾക്കുന്നുണ്ട്, 3ാം ഘട്ട സമൂഹ വ്യാപനം മീൻസ് സോഷ്യൽ ട്രാൻസ്മിഷൻ വഴി അത് ഭയങ്കരമായിരിക്കും. ശരിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 1-2 CR അല്ലെങ്കിൽ 1-2-10 20 കോടി ആൾക്കാരല്ല, 135 കോടി ജനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ അവർ കഴിവത് നിങ്ങൾ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും നമ്മുടെ നമ്മുടെ മിനിസ്റ്റേഴ്സ് എല്ലാവരും ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങി